ഹലോ മക്കളെ, സ്മാർട്ട് ടോപ്പറിന്റെ യൂട്യൂബ് വീഡിയോ സീരീസിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ, കെപ്ലറിന്റെ നിയമങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലോസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കീം ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോടാ? അപ്പോൾ നമുക്ക് മെല്ലെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ എന്താണ് കെപ്ലറിന്റെ ലോ? കെപ്ലർ ഫസ്റ്റ് ലോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഓർബിറ്റ്സ്. ലോ ഓഫ് ഓർബിറ്റ്സ് എന്താ? ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കെപ്ലർ ഫസ്റ്റ് ലോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് ദ സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദ ഫോസൈ ഓഫ് ദ എലിപ്സ്. അറ്റ് വൺ ഓഫ് ദ ഫോസൈ ഓഫ് ദ എലിപ്സ്. അപ്പോൾ ഫസ്റ്റ് ലോയിൽ പറയുന്നത് എന്താ? എല്ലാ പ്ലാനറ്റും മൂവ് ചെയ്യുന്നത്, സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു സർക്കുലർ പാത്തിലാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ്സിലാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷേപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ലോയിൽ ആദ്യ ഭാഗത്തിൽ പറയുന്നത്. എന്നിട്ട് സൺ എവിടെയാണെന്നാണ് പറയുന്നത്? വിത്ത് ദ സൺ സിറ്റുവേറ്റഡ് അറ്റ് വൺ ഓഫ് ദ ഫോസൈ. വൺ ഓഫ് ദ ഫോസൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്കിളിനൊക്കെ സെൻറ്റർ ഉള്ളത് പോലെ എലിപ്സിന് രണ്ട് ഫോക്കസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഫൊസൈ എന്ന് പറയുന്നത്, രണ്ട് ആൾക്കാരുള്ളത് കൊണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, ഇതാണ് മറ്റൊരു പൊസിഷൻ. അപ്പോൾ ഇതാണ് രണ്ട് ഫോക്കസ് എന്ന് പറയുന്നത് എലിപ്സിയുടെ. അപ്പോൾ അതിൽ ഒന്നിൽ സൺ ഉണ്ടാവും, എന്നിട്ട് അതിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ആര് റിവോൾവ് ചെയ്യുക? പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു എലിപ്സ് ഷേപ്പ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഈ എസ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് സണ്ണായിട്ടുള്ളത്. ആര്? സണ്ണ് എവിടെയാണ്? ഈ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റിലാണ്. ഓക്കെ, റെഡിയാണല്ലോ? ഇനി നമുക്കൊരു പ്ലാനറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇതായിരിക്കും പ്ലാനറ്റ്. ഓക്കെ, ഈ പ്ലാനറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഇങ്ങനെ സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറച്ച് ടേമുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. എലിപ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ടേം ഉണ്ട്, അതുപോലെ പെരിഹീലിയൻ അപ്പിഹീലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടേം ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇതിൽ ഈ ഒരു പോയിന്റ് മുതൽ 2A എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഒറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. എന്താണ്? മേജർ ആക്സിസ്. മേജർ ആക്സിസ് അഥവാ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെമി മേജർ ആക്സിസ് ആയിരിക്കും. സെമി മേജർ ആക്സിസ്. ഈ സെമി മേജർ ആക്സിസ് എന്നുള്ള ടേം നിങ്ങളുടെ മൈൻഡിൽ വേണം. അതെന്താണ്? ഈ മേജർ ആക്സിസിന്റെ പകുതി ഡിസ്റ്റൻസിനാണ് നമ്മൾ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, 2B എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരാളെ, 2B എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ആക്ച്വലി മൈനർ ആക്സിസ്. മൈനർ ആക്സിസ് എന്നാണ് പറയാ. അഥവാ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി മൈനർ ആക്സിസ്. സെമി മൈനർ ആക്സിസ്. അപ്പോൾ സെമി മേജർ ആക്സിസ് അതുപോലെ സെമി മൈനർ ആക്സിസ്, AB എന്നുള്ള ആ ടേം നിങ്ങളുടെ മൈൻഡിൽ വേണം. അതുപോലെ ഇവിടെ P എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും, P അല്ലേ? ഈ Pനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ. പെരിഹീലിയൻ. എന്താ പെരിഹീലിയൻ എന്ന് പറയുന്നത്? അതായത് പ്ലാനറ്റ് സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ പെരിഹീലിയൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു പ്ലാനറ്റ് ഇവിടെ വന്ന് ഇതിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എത്തുന്ന സമയത്താണ് ആക്ച്വലി സണ്ണുമായിട്ട് ആ പ്ലാനറ്റ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിനെയാണ് P എന്ന് പറയുന്നത്, അഥവാ പെരിഹീലിയൻ. അതുപോലെ സണ്ണുമായിട്ട് പ്ലാനറ്റ് ഏറ്റവും ദൂരെ നിൽക്കുന്ന പോയിന്റാണ് ഈ A എന്ന് പറയുന്നത്, അഥവാ ആപ്ഹീലിയൻ എന്ന് പറയും. ആപ്ഹീലിയൻ. അപ്പോൾ എ എന്ന് പറയുന്നത് ആപ്ഹീലിയൻ. സണ്ണുമായിട്ട് പ്ലാനറ്റ് ഏറ്റവും ദൂരെ നിൽക്കുന്ന പോയിന്റാണ് എ എന്ന് പറയുന്നത്, ആപ്ഹീലിയൻ എന്ന് പറയുന്നത്. അതുപോലെ സണ്ണുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റിനാണ് P അഥവാ പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേമുകൾ നമ്മളുടെ മൈൻഡിൽ വേണം. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ലോയിൽ പറയുന്നുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി സെക്കൻഡ് ലോയിലോട്ട് പോവാം. എന്താ സെക്കൻഡ് ലോ പറയണത്? The line that joins any planet to the sun sweeps equal area in equal interval of time. That is, the aerial velocity is a constant. എന്താണ് അവിടെ പറയുന്നത്? എ ലൈൻ ദാറ്റ് ജോയിൻ പ്ലാനറ്റ് ആൻഡ് ദ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇവിടെയാണ് പ്ലാനറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, സണ്ണ് ഇവിടെയാണ്. അപ്പോൾ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒരു പൊസിഷൻ വെക്ടർ വരക്കുന്നത് പോലെ വരക്കുകയാണ് അല്ലേ? ആ വെക്ടറാണ് ആക്ച്വലി ഈ R എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വെക്ടർ സ്വീപ്പ് ചെയ്യണ ഏരിയ അല്ലേ,
അതായത് ഒരു പ്ലാനറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്ത് സണ്ണുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു വെക്ടർ ഉണ്ടല്ലോ, അത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ, യൂണിറ്റ് ടൈമിൽ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ എപ്പോഴും സെയിം ആയിരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ലോ അഥവാ ലോ ഓഫ് ഏരിയാസിൽ പറയുന്നത്. അത് നിങ്ങൾ അതിനെ വിളിക്കുന്ന പേരാണ് ഏരിയൽ വെലോസിറ്റി അഥവാ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഏരിയ പെർ യൂണിറ്റ് ടൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അത് ആക്ച്വലി എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ് സെക്കൻഡ് ലോ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ലോയില് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇവിടുന്ന് ഈ ഒരു പി എന്ന് പറഞ്ഞ പൊസിഷനിൽ പി ഡാഷ് എന്ന് പറഞ്ഞ പൊസിഷനിലോട്ട് ഇത്രയും ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഏരിയ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആക്ച്വലി ഇത്രയാണുള്ളത്, ഈ എത്രയാണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പോയിന്റ് നോക്കാം, ഈ ഒരു പോയിന്റ് നോക്കുക, ഇവിടെ നിന്ന് ഇവിടെ എത്താൻ ആക്ച്വലി സെയിം ഏരിയ ആണെന്ന് വിചാരിക്കുക. നേരത്തെ സ്വീപ്പ് ചെയ്ത അതേ ഏരിയ തന്നെയാണ് ഇവിടെ വിചാരിക്കുക. ഇഫ് ദ ടൈം ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് ആൻഡ് ദീസ് 2 പോയിന്റ് ഈസ് ദ സെയിം. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, ആ ടൈം അല്ലേ, പിന്ന് പി ഡാഷിക്ക് എത്താനുള്ള ടൈം തന്നെയാണ്. സപ്പോസ് ഇതെന്താണ്, ഇത് ഒരു P2ന്ന് P3 എത്താന്നാണ് വിചാരിച്ചോ. ഓക്കെ, P2ന്ന് P3 എത്താൻ വേണ്ടിയിട്ട് എടുത്ത ടൈം എത്രയാണോ അത്ര ടൈം തന്നെയാണ് പിന്ന് പി ഡാഷിക്ക് എത്താനും പ്ലാനറ്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഏരിയ രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ പിന്ന് പി ഡാഷിക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വെലോസിറ്റി ആയിരിക്കില്ല P2ന്ന് P3 എത്താൻ പ്ലാനറ്റ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരേ ഏരിയ സ്വീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സണ്ണുമായിട്ട് ഏറ്റവും ദൂരമുള്ള അകലെ ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്ലാനറ്റിന്റെ സ്പീഡ് എന്തായിരിക്കും, കുറച്ച് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി സണ്ണുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കണ ആ ഒരു പോയിന്റിൽ. അപ്പോൾ സണ്ണുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ പ്ലാനറ്റിന്റെ വെലോസിറ്റി സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും കമ്പയറിംഗ് വിത്ത് ദ അതർ വൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഡെൽറ്റ എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് ആക്ച്വലി ചെയ്ത് കഴിഞ്ഞാൽ L ഡിവൈഡഡ് ബൈ 2m എന്ന് കിട്ടും. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം. അതെന്താണ് ആക്ച്വലി കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടും. അതുപോലെ ആംഗുലാർ മൊമെന്റത്തിന് നിങ്ങൾക്കറിയാം 2m എന്ന് പറയുന്നത് m എന്ന് പറയുന്നത് മാസ്സാണ്, 2m എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ L ഈസ് അനദർ കോൺസ്റ്റന്റ്. ഓക്കെ, L എന്ന് പറയുന്നത് നമുക്കറിയാം mvr എന്നുള്ളതാണ് ഇക്വേഷൻ. അതും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിന് ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ പറഞ്ഞു പോണത്. അപ്പോൾ ഈ MVR ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ VR ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. VR എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം M ഓൾറെഡി കോൺസ്റ്റന്റാ. VR കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, V കൂടിക്കഴിഞ്ഞാൽ R കുറയണം അല്ലേ, അഥവാ V കുറഞ്ഞു കഴിഞ്ഞാൽ R കൂടണം. ഇതല്ലേ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കുക, എവിടെയാണ് R കുറവുള്ളത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് പ്ലാനറ്റ്. സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R. അപ്പോൾ R കുറവുള്ളത് എവിടെയായിരിക്കും, ഈ ഒരു പോയിന്റിലായിരിക്കും അല്ലേ, പെരി ഹീലിയൻ എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും R കുറവുണ്ടാവുക. അവിടെ ആക്ച്വലി എന്തായിരിക്കും, അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഇനി R കൂടുതലുള്ള പോയിന്റ് ഏതായിരിക്കും, സോ ഇവിടെ ആയിരിക്കും R കൂടുതൽ ഉണ്ടാവുക, ഈ ഒരു ഏരിയയിൽ അല്ലേ. ആ ഏരിയയിൽ R കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള വെലോസിറ്റി ആക്ച്വലി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി ആംഗുലാർ മൊമെന്റ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നതിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളൊക്കെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഏരിയൽ വെലോസിറ്റി അഥവാ ദ ഏരിയ സ്വെപ്റ്റ് ഇൻ യൂണിറ്റ് ടൈം കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് സെക്കൻഡ് ലോ അഥവാ ലോ ഓഫ് ഏരിയാസിൽ കെപ്ലർ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ലോ, അതായത് തേർഡ് ലോ, അതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് പീരിയഡ്സ്. ലോ ഓഫ് പീരിയഡ്സിൽ എന്താ പറയുന്നത്, ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരിയഡ്, ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ്. സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ് ട്രേസ്ഡ് ഔട്ട് ബൈ ദ പ്ലാനറ്റ്. എന്താണ് ടൈം പീരിയഡ് എന്ന് പറയുന്നത്, ഒരു റെവല്യൂഷൻ എടുക്കുന്ന ടൈമിനാണ് നമ്മൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത്. അതിന്റെ സ്ക്വയർ എന്തിനോട് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, സെമി മേജർ ആക്സിസിന്റെ അല്ലേ, ഒരു പ്ലാനറ്റ് സ്വീപ്പ് ചെയ്യുന്ന ഒരു എലിപ്സ് ഉണ്ടാവും അല്ലേ, ട്രാവൽ ചെയ്യുന്ന ഒരു എലിപ്സ് ഉണ്ടാവും. ആ എലിപ്സിന് ഒരു സെമി മേജർ ആക്സിസ് ഉണ്ടാവും. ആ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിനോട് പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് തേർഡ് ലോ പറയുന്നത്. അഥവാ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ക്യൂബ് എന്നുള്ള ആ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ത്രൂ ഏത് പ്ലാനറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ക്യൂബ് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് തേർഡ് ലോയിൽ പറയുന്നത്. റെഡി ആണല്ലോടാ. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നമുക്ക് ആദ്യം നിങ്ങൾ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക, എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നേരെ ഈ ക്വസ്റ്റിലോട്ട് പോവുക. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ, ദ ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഓഫ് സെമി മേജർ ആക്സിസ് എ ഈസ് ക്യാപിറ്റൽ ടി.
ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാ ശരി? ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ സ്ക്വയർ എന്താ ശരിയാണോ? തെറ്റാണ് അല്ലേ? നമ്മൾ ഇപ്പം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളൂ. അതുപോലെ ടി പ്രപ്പോർഷണൽ ടു എ ക്യൂബ് തെറ്റല്ലേ? നെക്സ്റ്റ് വേണം നോക്കട്ടെ, ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ് ഇതല്ലേ കറക്റ്റ്? ഇതാണ് നമ്മൾ തേർഡ് ലെവൽ പഠിച്ചിട്ടുള്ളത്. ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ് സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ചോദ്യമാണ് 2024 കീമിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തൊരു ഈസി ആയിട്ടാണ് നമുക്ക് ഈ ഒരു 3 ലോ മാത്രം പഠിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി നോക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ. The period of revolution of the planet A around the sun is 27 times that of another planet B. If the distance of A from the sun is h times greater than that of B from the sun, then the value of h is. എന്താ തന്നിട്ടുള്ളത്? പീരിയഡ് ഓഫ് റെവല്യൂഷൻ അല്ലേ? ഒരു പ്ലാനറ്റ് എന്റെ തന്നിട്ടുണ്ട്. അതുപോലെ ക്ലൂ തന്നിട്ടുള്ളത് എന്താ? പ്ലാനറ്റ് എന്റെ പീരിയഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 27 ടൈംസ് ദാറ്റ് ഓഫ് ദി ബി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടി എ അല്ലേ? പീരിയഡ് ഓഫ് പ്ലാനറ്റ് എന്റെ ഞാൻ ടി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 27 ടി ബി. ഇതല്ലേ തന്നിട്ടുള്ളത്? ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കുക, കൺഫ്യൂസിംഗ് ആവരുത്. ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് എ ഫ്രം ദ സൺ ഈസ് എച്ച് ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി ഫ്രം ദ സൺ, ദെൻ ദ വാല്യൂ ഓഫ് എച്ച് ഈസ് എന്നാണ്. ഡിസ്റ്റൻസ് ഓഫ് എ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഇത് സർക്കുലർ മോഷൻ ആയിരുന്നു ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ സണ്ണും പ്ലാനറ്റും തമ്മിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമായിരുന്നു. ബട്ട് ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്റ്റൻസ് എന്തായിക്കണമെന്നില്ല. സണ്ണും പ്ലാനറ്റും തമ്മിൽ ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കണമെന്നില്ല. ഇവിടെ ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി മേജർ ആക്സിസ് ഓഫ് പ്ലാനറ്റ് എ ഈസ് എച്ച് ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ബി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പറയാം? എ ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എ ബി എന്ന് എഴുതാം. എച്ച് ഇൻറ്റു എ ബി. പല ബുക്കുകളിൽ നിങ്ങൾക്ക് എ എന്നുള്ള സെമി മേജർ എക്സിനെ സൂചിപ്പിക്കാൻ എ എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ആർ എന്ന് കാണാൻ പറ്റും. സോ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ അതാ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ടി എ സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ്. ഇതല്ലേ നമ്മളുടെ തേർഡിലോ പറയുന്നത്? ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ക്യൂബ്. അതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടി ബി സ്ക്വയറിന് ഒരു റിലേഷൻ എഴുതിക്കൂടെ? ടി ബി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എ ബി ക്യൂബ് എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഇനി 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ്. 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക ടി എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി ബി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ ക്യൂബ് ഡിവൈഡഡ് ബൈ എ ബി ക്യൂബ് എന്ന് കിട്ടൂലടാ. ഇനി നേരെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ടി എ സ്ക്വയർ അല്ലേ? ടി എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി 27 ടി ബി ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? 27 ടി ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി ബി സ്ക്വയർ എന്നുണ്ടാവും. അതേപോലെ എനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എച്ച് എ ബി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എ ബി ക്യൂബ് എന്ന് എഴുതിക്കൂടെ? ഇനി നേരെ എന്താ ചെയ്യാനുള്ളത്? 27 സ്ക്വയർ ഉണ്ടാവും ഇൻറ്റു ടി ബി സ്ക്വയർ ഡിവൈഡ് ബൈ ടി ബി സ്ക്വയർ അല്ലേ? ടി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി ബി സ്ക്വയർ ഉണ്ടാവും ഈക്വൽ ടു ഇനി ആരാ ഉള്ളത്? എച്ച് ക്യൂബ് ഉണ്ടാവും. പിന്നെ ആരാ? എ ബി ക്യൂബ് ഡിവൈഡ് ബൈ എ ബി ക്യൂബ് അല്ലേ? എ ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ ബി ക്യൂബ് ഉണ്ടാവും. സോ ഇതിൽ ആരൊക്കെ പോയി? ഇയാൾ പോയി. എ ബി ക്യൂബ് പോയി. എന്താ ഉള്ളത്? 27 സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ക്യൂബ് എന്ന് കിട്ടി. എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൽ നിന്ന് എങ്ങനെയാ എച്ച് എടുക്കുക? അതായത് നമുക്കറിയാം എച്ച് ക്യൂബ് എന്ന് പറയണത് ആക്ച്വലി എന്താണ്? എച്ച് ക്യൂബ് എന്ന് പറയുന്നത് 27 സ്ക്വയർ ആണെങ്കിൽ എച്ച് എന്തായിരിക്കും? 27 റേസ് ടു 2/3 അല്ലേടാ? 2/3 അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. കാരണം ഇവിടെ ഞാൻ ആക്ച്വലി എന്താ ചെയ്തിട്ടുള്ളത്? എച്ച് ക്യൂബിന് ഞാൻ എന്ത് ചെയ്ത്? എച്ച് ക്യൂബ് ഈസ് ഈക്വൽ ടു 27 സ്ക്വയർ ആണ്. ഞാൻ രണ്ടിനെയും എന്ത് ചെയ്യാണ്? എച്ച് ക്യൂബിനെയും അതുപോലെ 27 സ്ക്വയറിനെയും ഞാൻ എന്ത് ചെയ്യാണ്? 1 റേസ് ടു 1/3 ചെയ്യാണ്. സോ എന്തായി മാറും? എച്ച് നേരെ ഇതിലോട്ട് എത്തും അല്ലേ? എച്ച് ക്യൂബ് റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ എച്ച് ആവും. 27 സ്ക്വയർ റേസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 റേസ് ടു 2/3 എന്നാവും. ഓക്കെ, ഇനി നേരെ എന്ത് ചെയ്യുക? 27 റേസ് ടു 2/3 എന്നുള്ള വാല്യൂ എങ്ങനെയാണ് നമ്മൾ കാണുക? എനിക്ക് ഇതിനെങ്ങനെ ചെയ്തൂടെ? 27 റേസ് ടു 1/3 ഹോൾ സ്ക്വയർ എന്ന് ചെയ്തൂടെ?
ഹോൾ സ്ക്വയർ ചെയ്തോട്ടെ. 27 raised to 1/3 എന്ന് പറഞ്ഞാൽ 27ന്റെ ക്യൂബ് റൂട്ടാണ് അല്ലേ. 27ന്റെ ക്യൂബ് റൂട്ട് എന്താ? 3 അല്ലടാ. 3 × 3 × 3 അല്ലേ. 3 × 3 9 ആണ്. 9 × 3 27 ആണ്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 27 ആക്ച്വലി 3 ആണ് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? 3 സ്ക്വയർ എന്ന് എഴുതാം, അഥവാ 9 എന്ന് കിട്ടും. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. റെഡി അല്ലേടാ? സിമ്പിൾ അല്ലേ ചോദ്യം? നേരെ തേർഡ് ലോ ഉപയോഗിക്കുക, സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2019 ചോദിച്ചിട്ടുള്ളതാണ്. സപ്പോസ് 2 planets A and B revolve around the sun in the galaxy. The semi-major axes of A and B are 1 and 5 astronomical unit respectively. If the period of revolution of A is 1 year, the period of revolution of B is. നമുക്ക് തന്നിട്ടുള്ളത് എന്താ? നമുക്ക് തന്നിട്ടുള്ളത് ടി എ തന്നിട്ടുണ്ട്. ടി എ എത്രയാ? 1 ഇയർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. ടി ബി ആണ് നമുക്ക് കാണേണ്ടത്. ടി ബി എത്രയാ നമുക്കറിയില്ല. നമുക്ക് സെമി മേജർ ആക്സിസ് ഓഫ് എയും ബിയും തന്നിട്ടുണ്ട് അല്ലേ. എന്റെ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അതുപോലെ ബിയുടെ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത് 5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് നമ്മളുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. നമുക്ക് എന്താ കയ്യിലുള്ളത്? അഗെയിൻ ടി എ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ എ ക്യൂബ് ഉണ്ടാവും. ടി ബി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ബി ക്യൂബ് ഉണ്ടാവും. നേരെ റേഷ്യോ എടുക്കുക. ടി എ ഡിവൈഡ് ബൈ ടി ബി ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ എ ഡിവൈഡഡ് ബൈ എ ബി ഹോൾ ക്യൂബ്. ഇതല്ലേ നമ്മളുടെ കയ്യിലുള്ളത്. ഇനി നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എന്താ? ടി എ എന്ന് പറയുന്നത് 1 ആണ്. ടി ബി നമുക്ക് അറിയില്ല. ടി ബി ആണ് നമുക്ക് കാണേണ്ടത്. സോ എന്ത് സംഭവിക്കും? 1 ഡിവൈഡഡ് ബൈ ടി ബി ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ എന്ന് പറയുന്നത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. എ ബി എന്ന് പറയുന്നത് 5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായി മാറും? 1 ഡിവൈഡഡ് ബൈ 5 ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അഥവാ 1 ഡിവൈഡഡ് ബൈ ടി ബി സ്ക്വയർ എന്നുള്ളത് 1 ഡിവൈഡഡ് ബൈ 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ് അല്ലേ. അഥവാ ടി ബി സ്ക്വയർ എന്ന് പറയുന്നത് 125 എന്ന് കിട്ടും. ടി ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 125 എന്ന് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11.18 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ജസ്റ്റ് സിമ്പിൾ ആണ്. 11ന്റെ സ്ക്വയർ ആക്ച്വലി 121 ആണ്. ഇവിടെ 125 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി എബവ് 11 ആയിരിക്കും. ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ ഏറ്റവും അടുത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. കീം 2017 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ സെമി മേജർ ആക്സിസ് ഓഫ് ദ ഓർബിറ്റ് ഓഫ് സാറ്റേൺ ഈസ് അപ്രോക്സിമേറ്റ്ലി 9 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. ദ ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സാറ്റേൺ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്രയാണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? സെമി മേജർ ആക്സിസ് ഓഫ് സാറ്റേൺ തന്നിട്ടുണ്ട് അല്ലേ. എ എസ് എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസ് ഓഫ് സാറ്റേൺ ഈസ് അപ്രോക്സിമേറ്റ്ലി 9 ടൈംസ് ദാറ്റ് ഓഫ് ദി എർത്ത് ആണ്. അപ്പോൾ 9 ടൈംസ് ദാറ്റ് ഓഫ് ദി എർത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 9 എ ഇ എന്ന് എഴുതി കൂടെ അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ടൈം പീരീഡാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താ ഉള്ളത്? നമുക്കറിയാം ടി ഇ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 1 ഇയർ ആണ് അല്ലേ. എർത്തിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എർത്ത് സണ്ണിന് ചുറ്റും ഒരട്ടം റിവോൾവ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 1 ഇയർ ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ? ടി എസ് അഥവാ സാറ്റേണിന്റെ ടൈം പീരീഡ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെയാ ചെയ്യാം? നമുക്കറിയാം ടി എസ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ടി എസിന്റെ സ്ക്വയർ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എ എസ് സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ നമുക്ക് എർത്തിന്റെ എഴുതാം. ടി ഇ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ഇ സ്ക്വയർ ആയിരിക്കും. എ ഇ ക്യൂബ് ആയിരിക്കില്ല, സോറി സ്ക്വയർ അല്ല, ഇവിടെ ക്യൂബാണ് കേട്ടോ. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് അല്ലേ. സോ ടി എസ് സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ എസ് ക്യൂബ് ആയിരിക്കും. ടി ഇ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ഇ ക്യൂബ് ആയിരിക്കും. നേരെ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റേഷ്യോ കാണാം. സോ ടി എസ് ഡിവൈഡഡ് ബൈ ടി ഇ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എ എസ് ഡിവൈഡഡ് ബൈ എ ഇ ഹോൾ ക്യൂബ് എന്നുണ്ടാവും. റെഡി അല്ലേ? ഇനി നമുക്ക് ടി എസ് ആണ് കാണുള്ളത്. സോ ടി എസ് സ്ക്വയറിന് അവിടെ വെക്കാം. ടി ഇ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. സോ 1 സ്ക്വയർ എന്നുണ്ടാവും ഈക്വൽ ടു എ എസ് എന്ന് പറയുന്നത് 9 എ ഇ ആണ് ഡിവൈഡഡ് ബൈ എ ഇ എന്നുണ്ടാവും ഹോൾ ക്യൂബ് എന്നുണ്ടാവും അല്ലേ. അഥവാ നമുക്ക് പറയാൻ പറ്റും ടി എസ് സ്ക്വയർ എന്തായിരിക്കും? ഇവിടെ എ ഇയും എയും ക്യാൻസൽ ആയി പോയില്ലടാ. പിന്നെ ആരുണ്ടാവുക? 9 ക്യൂബ് ഉണ്ടാവും അല്ലേ. 9
ക്യൂബ് ഉണ്ടാവും. അഥവാ ടി എസ് എന്ന് പറയുന്നത് 9^3/2 ആയിരിക്കും. 9^3/2. എന്താ 9^3/2 എനിക്ക് എങ്ങനെ എഴുതാം? 9^1/2 ഹോൾ ക്യൂബ് എന്ന് എഴുതി കൂടെ അല്ലേ? 9^1/2 ഹോൾ ക്യൂബ് ആണ് 9^3/2. 9^1/2 എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 9 ആ. സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്താ? 3 അല്ലേ? 3 ക്യൂബ് എന്ന് വരും. ദാറ്റ് ഈസ് 27 ഇയേഴ്സ്. 27 ഇയേഴ്സ് വരും. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്കടാ, തേർഡ് ലോ മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തേർഡ് ലോ മാത്രം അറിഞ്ഞാൽ മതി. ഡയറക്റ്റ് ചോദ്യം മുതൽ സിമ്പിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ബൈ യൂസിങ് ഓൺലി തേർഡ് ലോ. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും നിങ്ങൾ സെറ്റായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്കറിയാം നമ്മളുടെ ആപ്പും കാര്യങ്ങളും അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോസ്, ഫുൾ ലെങ്ത് ലെക്ചേഴ്സ്, ആവശ്യമായിട്ടുള്ള സംഗതികൾ, ഒരുപാട് ലെങ്തി വീഡിയോസ് അല്ല, എന്താണോ കീമിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് മാത്രം വെച്ചിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സും അതുപോലെ പ്രോബ്ലംസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ പഠിച്ച് സെറ്റായിട്ട് എല്ലാവരും ഇരിക്കുക. ഓക്കെ, താങ്ക് യു.